എന്നോട് ആരൊക്കെയോ പറയാറുണ്ടായിരുന്നു കേട്ടോ, അല്ലൂട്ടൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്ന വീഡിയോ ഓടി ചേച്ചിന്ന്. അപ്പോൾ ഒക്കെ ഞാൻ അവരോട് പറയാറുണ്ട്, മക്കളെ എനിക്ക് ആ പരിപാടി ഇല്ല, അല്ലൂട്ടൻ ഉച്ചവരെ ക്ലാസ് ഉള്ളൂ, അതുകൊണ്ട് തന്നെ ലഞ്ച് ബോക്സോ സ്നാക്സ് ബോക്സോ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ലാന്ന്. അതാരോ കേട്ടു എന്ന് തോന്നുന്നു. ഇപ്പോൾ സ്നാക്സ് ബോക്സ് കൊണ്ടുപോകണം കേട്ടോ. ഉച്ചയ്ക്ക് 12:15 നോർമലി വിടാറ്, ഇപ്പോൾ 1 മണിക്കാണ് വിടുന്നത്. അപ്പോൾ അത് ആ സമയം വരെ ഇവർ വിശന്നിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ സ്നാക്സ് കൊണ്ടുപോകണം. അങ്ങനെ അത് അവിടെ സെറ്റാക്കി വെച്ച് ഞങ്ങൾ വേഗം മുകളിലേക്ക് വന്നു അല്ലൂട്ടനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ബാത്റൂം പോകുന്ന ടൈം നോക്കി ഞാൻ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് അത് കഴിഞ്ഞ് അവനെ നേരെ കുളിപ്പിച്ച് ഇനി താഴത്തേക്ക് കൊണ്ടുപോയി ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ പോകാനായി ഗൈസ്. രാവിലെ പിന്നെ അല്ലൂട്ടനാണെങ്കിലും തുമ്പിയാണെങ്കിലും കഞ്ഞിയാണ് കേട്ടോ കഴിക്കാറ്. അതും വെള്ളം പോലുള്ള കഞ്ഞിയല്ല, കുറച്ച് കട്ടിയിലുള്ള കഞ്ഞിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവൻ റെഡിയാവാൻ വേണ്ടി താഴത്തേക്ക് വന്നാണേ. അങ്ങനെ എന്താ മുന്തിരിയൊക്കെ കഴുകിയിട്ട് അതും കൂടെ സ്നാക്സ് ബോക്സിലാക്കണ്ടേ. എന്താ അവൻ കഴിക്കാന്ന് അറിയില്ലല്ലോ, കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ ഇരുത്തി കുത്തി തീറ്റിക്കണം എന്നാലേ അവൻ കഴിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ സ്കൂളിലേക്കൊക്കെ വിട്ടിട്ട് അവൻ ഒറ്റയ്ക്ക് കഴിക്കുക എങ്ങനെയാണെന്നുള്ള ടെൻഷൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചെക്കൻ്റെ സ്നാക്സ് ബോക്സ് റെഡിയായി. ഇനി അവനെ റെഡിയാക്കണം, യൂണിഫോം ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പം തൊട്ടിട്ട് എൻ്റെ അല്ലൂട്ടിന് ചെറുതായിട്ടൊരു ഛർദ്ദിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടോ അല്ലേ. ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ. അപ്പോൾ അവൻ പറഞ്ഞു അമ്മ പാല് കുടിച്ചപ്പോൾ തൊട്ടേക്ക് ഛർദ്ദിക്കാൻ വേണ്ടി, അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സംഭവം വേറൊന്നുമല്ല, ചെക്കന് ചെറുതായിട്ട് ഇന്നൊരു മടിയുണ്ട്, എനിക്ക് രാവിലെ തൊട്ടേ തോന്നിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് അവൻ പറയുന്ന കാര്യം ഞാൻ വലുതാക്കി എടുത്തില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നത്, അയ്യോ ഞാനിപ്പോൾ ഛർദ്ദിക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വിടുമോ, ഞാൻ പറഞ്ഞു സാരല്ല മോനെ, ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു. കാരണം ഇതിൻ്റെ മുന്നേ ഒരു ദിവസം ഇതുപോലെ ക്ലാസ് പോകുന്ന സമയം അവൻ വൊമിറ്റ് ചെയ്തപ്പോഴേ ഞാൻ ക്ലാസ്സിൽ വിട്ടില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ വിചാരം വൊമിറ്റ് ചെയ്ത ക്ലാസ്സിൽ വിട്ടില്ല. ഇന്നിപ്പോൾ എന്താ അത്ര മടിയെന്ന് അറിയില്ല കേട്ടോ. സാധാരണ അങ്ങനെ മടിയൊന്നും കാണിക്കാറില്ല, വേഗം സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നേ. ഇന്നെന്തോ ഒരു മടിയുണ്ട്. ടാഗൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അവൻ ഞാനിപ്പോൾ ഛർദ്ദിക്കും എന്നുള്ള മട്ടില്ല. അച്ഛൻ ഇവൻ എന്താ പറയുന്നതെന്നാണ് നോക്കി നിൽക്കണം കേട്ടോ. ചെക്കനെ അഭിനയിച്ച് തകർക്കുകയാണ് ഗൈസ്. അവിടെ നിന്നൊന്നും പോരാണ്ട് ആ ടാഗൊക്കെ ഊരി വെച്ച് പുറത്ത് നിന്നിട്ട് ഞാൻ ഇപ്പോൾ വൊമിറ്റ് ചെയ്യുന്നുള്ള മട്ട് നിൽക്കുകയാണ് കേട്ടോ. അത് കണ്ടപ്പോഴത്തേക്ക് അച്ഛനും അമ്മ അയ്യോ മോ വൊമിറ്റ് ചെയ്യുമോ എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ വരുന്നത്. അമ്മ അപ്പോഴത്തേക്ക് അവന് വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അത് കുടിച്ചോ മോനെ, ഇത് കുടിച്ചാൽ ഛർദ്ദി മാറും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഓൻ ചെറുതായിട്ടുണ്ട് അച്ഛമ്മേ, ഇപ്പോഴും ഉണ്ട്, എന്നാലും ഇപ്പോൾ കുറച്ചൊക്കെ മാറിയെന്ന്. കാരണം മൂപ്പർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ എന്തായാലും പോകണം, അമ്മ വിടുന്ന മട്ടില്ല എന്നുള്ളത് ഏകദേശം ഒരു ധാരണയായിട്ടാ. ഛർദിച്ചില്ല പുല്ല് എന്നൊക്കെ വിചാരിക്കും. നടക്കുന്നില്ലല്ലോ. കേട്ടോ മോനേതാ വിളവേ. രാവിലെ തന്നെ ഒരു പദ്ധതി പാളിയതിൻ്റെ ക്ഷീണത്തിലാണ് കേട്ടോ അല്ലൂസ്. അവനാകെ ഇളിഭ്യനായിട്ടാണ് ഇന്ന് ക്ലാസ്സിലേക്ക് പോകുന്നത്. അല്ലേലും ഓൻ്റെയൊക്കെ കളി ആരെടുത്താലേ 90 കിഡ്സ് പാരൻസ് ആയിട്ട് വരുന്ന ഒരു ജനറേഷനാണ് ഇനി അടുത്തത് വരാൻ പോണത്. അപ്പോൾ ഓരെ പറ്റിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടാണ്. നീറ്റിങ്ങൾ അതിലും വലിയ വളവന്മാരായ പിന്നെ പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കാത്തു നിന്നപ്പോഴത്തേ വണ്ടി കയറി അവൻ ടാറ്റയും ബൈ ബൈ പറഞ്ഞു പോവുകയാണ് ഗൈസ്. അങ്ങനെ തുമ്പമ്മേനെ ഇന്നത്തെ വ്ളോഗ് കാണാത്ത തുമ്പമ്മ നല്ല ഉറക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അല്ലോട്ടിൻ്റെ ഒരു പ്ലാൻ പൊളിഞ്ഞ കഥ നിങ്ങൾ പറയാൻ